തന്നാലെന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട ഈ പ്രോഗ്രാം നിങ്ങൾക്കേറെ ഇഷ്ടപ്പെടുന്നുവെന്നറിയുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വിൻസേഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ്. സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. കൂടാതെ ഇന്ന് നമ്മളോടൊപ്പം മറ്റൊരു അതിഥി കൂടിയുണ്ട്. CMC സഭാംഗമായ സിസ്റ്റർ വിമൽ റോസ്. സിസ്റ്ററെയും ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. സിസ്റ്റർ, നമ്മുടെ കുട്ടികളുടെ വളർച്ചാഘട്ടങ്ങളിൽ കൃത്യമായ ഡെവലപ്മെൻറ്റ് സ്റ്റേജുകളുണ്ടല്ലോ. നമ്മൾ ഈ ഓരോ ഡെവലപ്മെൻറ്റ് സ്റ്റേജുകളിലും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ, നമുക്കറിയാം കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അവരുടെ ജനിക്കുന്നതിന് മുൻപേ തന്നെ അവരുടെ ഒരു വളർച്ച തുടങ്ങിക്കഴിഞ്ഞു അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ ഒരു പ്രിനേറ്റൽ, പെരിനേറ്റൽ ആൻഡ് പോസ്റ്റ്നേറ്റൽ പീരീഡ് എന്ന് പറയുന്ന രീതിയിൽ 3 തലമായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് പ്രീനേറ്റൽ എന്ന് നമ്മൾ പറയുന്നത് ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഗർഭസ്ഥാവസ്ഥയിലായിരിക്കുന്ന, ഭ്രൂണാവസ്ഥയിലായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ ഒരു സമയത്തും കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള പോഷക സമൃദ്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ലഭിച്ചെങ്കിൽ മാത്രമേ പൂർണ്ണ വളർച്ച എത്തുകയുള്ളൂ. അതോടൊപ്പം തന്നെ അമ്മയിലുണ്ടാകുന്ന ടോക്സിക് എലമെൻറ്റ്സ്, അതായത് നമ്മൾ പറയാം വിഷലിപ്തമായിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ അമ്മയ്ക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പം മേ ബി അത് എന്തെങ്കിലും അമ്മയ്ക്ക് ഒരു അസുഖം വന്നു, അതിൻ്റെ ഒരു വൈറൽ ഇൻഫെക്ഷൻ വരിക, അല്ലെങ്കിൽ അതുപോലെയുള്ള ചില വീര്യമേറിയ മെഡിസിൻസ് കഴിക്കേണ്ടതായിട്ട് വരാം, അല്ലെങ്കിൽ അമ്മയ്ക്കുണ്ടാകുന്ന ചില അപകടങ്ങൾ, അതോടൊപ്പം തന്നെ അമ്മയുടെ വൈകാരിക അവസ്ഥകൾ, ഇതെല്ലാം ഈ ഒരു കുഞ്ഞിനെ ബാധിക്കുന്നുണ്ട്. അപ്പം ഏകദേശം നമുക്കറിയാം 9 മാസക്കാലം, അതായത് 3 ട്രൈമസ്റ്റേഴ്സ് ആയിട്ട് തിരിക്കുന്ന ഒരു ആദ്യത്തെ 3 മാസങ്ങൾ, പിന്നീടുള്ള 3 to 6 months, then 6 to 9 months എന്നുള്ള ഈ 3 ഘട്ടങ്ങളും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ തന്നെയാണ്. ഇപ്പം കുഞ്ഞ് അമ്മയുടെ ഉദരത്തിലാണ്, യൂട്രസിലാണെങ്കിൽ പോലും ആ കുഞ്ഞിൻ്റെ വളർച്ച അത് സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ പറയുന്ന പെരിനേറ്റൽ പീരീഡ് എന്ന് പറയും. അപ്പോൾ പെരിനേറ്റൽ പീരീഡ് എന്ന് പറയുന്നത് ആ പ്രസവ സമയങ്ങളാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു കുഞ്ഞ് പുറത്ത് വരാനായിട്ട് അമ്മയ്ക്ക് പ്രസവവേദന തുടങ്ങി, അല്ലെങ്കിൽ കുഞ്ഞ് മച്ചുറായി റപ്ചേർഡായി പുറത്തേക്ക് വരാനായിട്ടുള്ള ഒരു സമയത്തുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, പ്രശ്നങ്ങൾ, അതും കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കാറുണ്ട്. ഇപ്പം നമ്മൾ പറയത്തില്ലേ ഡിലേ ബർത്തായി, അല്ലെങ്കിൽ കുഞ്ഞ് പെട്ടെന്ന് കരഞ്ഞില്ല, ബർത്ത് ക്രൈ ഡിലേ ആയി, അല്ലെങ്കിൽ കുഞ്ഞിനെ ശ്വാസം എടുക്കാറുണ്ട്. കാരണം കുഞ്ഞിൻ്റെ ആ ബർത്ത് ക്രൈയിലാണ് ആദ്യത്തെ ആ ഒരു പമ്പിങ് അല്ലെ ബ്ലഡ് സർക്കുലേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അത് കുഞ്ഞിൻ്റെ ബ്രെയിനിനെ ഒത്തിരിയേറെ അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ കുഞ്ഞ് പുറത്തേക്ക് വരാനായിട്ട് ഡിലേ ഉണ്ടാകുമ്പോൾ മറ്റു ഡിഫോമിറ്റികൾ ശരീരത്തുണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് പെരിനേറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്തുണ്ടാകുന്ന ഡിലേയും കുട്ടികളുടെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കാം. അതിനുശേഷം പോസ്റ്റ്നേറ്റൽ പീരീഡ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു കുഞ്ഞുണ്ടായ ഒരു 2 ആഴ്ച കാലഘട്ടത്തിൽ, അപ്പം ആ ഒരു സമയത്തും കുഞ്ഞിന് വേണ്ട രീതിയിൽ ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും, ഇപ്പം കുഞ്ഞ് പുറത്തേക്ക് വന്നു കഴിഞ്ഞു, അപ്പോൾ ഈ പുറത്തേക്ക് വരുന്ന ഒരു കുഞ്ഞിന് വേണ്ട രീതിയിലുള്ള ഒരു എൻവോൾവ്മെൻറ്റ്, കാലാവസ്ഥകൾ അനുകൂലമല്ല എങ്കിൽ, അല്ലെ മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻസ് അടിച്ചു കഴിഞ്ഞാൽ എല്ലാം അവിടെയും പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ഫിക്സ് പോലെയുള്ള കാര്യങ്ങൾ, സീഷർ, എപ്പിലെപ്സി പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രശ്നം വരുന്നുണ്ട്. അപ്പം ഈ ഒരു 3 കാലയളവുകളും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നീട് വരുമ്പോൾ നമ്മൾ ഈ ഡെവലപ്മെൻറ്റ് ഡിലേയിൽ പറഞ്ഞു വെക്കുന്ന ഗ്ലോബൽ ഡെവലപ്മെൻറ്റ് ഡിലേ എന്ന് പറയും. അതായത് ഒരു 5 വയസ്സിന് താഴേക്കുള്ള കുട്ടികളിൽ ഞങ്ങൾ സാധാരണയായിട്ട് ഡയഗ്നോസ് ചെയ്യുന്ന ഒരു കാര്യമാണത്. അപ്പോൾ കുഞ്ഞുങ്ങളവിടെ മോട്ടോർ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റേജസിലാണ് ഒരു ഡെവലപ്മെൻറ്റ് നടക്കേണ്ടതായിട്ടുള്ളത്. ഇതിലെ അതായത് നമ്മുടെ ശാരീരികമായിട്ടുള്ള വളർച്ച നമുക്ക് തിരിച്ചറിയാൻ പറ്റും അല്ലേ, പക്ഷെ ബാക്കിയുള്ള മാനസികമായിട്ടുള്ള അവരുടെ ആ ഒരു വളർച്ചയെ ഏതൊക്കെ കാലഘട്ടങ്ങളിലാണ് ഇന്ന കാര്യങ്ങൾ വളരേണ്ടത് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഉണ്ടാകേണ്ടതെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവാതെ? നമ്മൾ അവിടെയാണ് ഈ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡെവലപ്മെന്റ് മൈൽ സ്റ്റോൺസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓരോ കാലഘട്ടത്തിലും ഇപ്പോൾ ഇന്നൊക്കെയാണ് കൂടുതലും ഇതിനെക്കുറിച്ചൊക്കെ
അറിയുന്നത്. ഇപ്പോൾ മേ ബി ചിലപ്പം ഇത്രമാത്രം ഒരു എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ വൈദ്യസഹായമോ ശാസ്ത്രത്തിൻ്റെ പുരോഗതി ഇല്ലാത്ത പലയിടത്തും ഇതിനെക്കുറിച്ചൊന്നും വലിയ അറിവുകൾ ഉണ്ടാകണമെന്നില്ല അല്ലേ. എനിക്ക് അതിൻ്റെ സിസ്റ്ററിനത് കാരണം പ്രത്യേകിച്ച് ആഫ്രിക്കൻ പ്രദേശങ്ങളിലൊക്കെ സിസ്റ്റർ ഒത്തിരി സേവനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെയൊക്കെ ആണെങ്കിലും കുട്ടികളുടെ വളർച്ചയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു കുട്ടികളുടെ അല്ലെങ്കിൽ ഒരു കുട്ടി ജനിക്കാൻ പോകുന്നതിന് എത്രമാത്രം പ്രിപ്പയർ ചെയ്യുന്നൊന്നും എനിക്ക് തീർച്ചയായിട്ടും ഞാൻ കണ്ടിട്ടില്ല. പലപ്പോഴും തലേ ദിവസം വരെ ജോലിക്ക് പോകുന്ന അല്ലെങ്കിൽ പണിക്ക് പാടത്ത് പോകുന്നവരെയൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഡെലിവറി നടക്കുന്നതും ഒരു പക്ഷേ വീട്ടിലായിരിക്കാം. അതിപ്പോഴും നടക്കുന്നുണ്ട് അവിടെ. കാരണം ഹോസ്പിറ്റൽസ് ഇല്ല, ഡിസ്പെൻസറികളായാലും വളരെ അപൂർവം. അപ്പം ഇപ്പം ഈ പറഞ്ഞതുപോലെയുള്ള ഡെവലപ്മെന്റിനുള്ള സാധ്യതകൾ നമ്മൾ കൊടുക്കുന്ന അത്രയൊന്നും അവർക്ക് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്നവർക്ക് അവിടെ ലഭിക്കുന്നില്ലെങ്കിലും അവരുടെ അനുഭവങ്ങളിൽ നിന്നാണ് തോന്നുന്നു അവരതൊക്കെ പഠിച്ചെടുക്കുന്നതും ചെയ്യുന്നതും കാര്യങ്ങൾ. പിന്നെ ഇപ്പം ഇത് പറഞ്ഞ പോലെ ഇവരിപ്പം ഈ ടോക്സിക് ആയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ പോലും ഉണ്ടല്ലോ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ. ഇപ്പം നമുക്കറിയാം ബിസിനസ് ലെവലിലേക്ക് പോകുമ്പോഴും ഫാസ്റ്റ് ഫുഡിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ഈ ഭക്ഷണം അവിടെ അത്ര അധികം ഇത്തരം ആഹാരമല്ല അവർക്ക് ലഭിക്കുക. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും കൂടുതൽ. പിന്നെ ഇലക്കറികളൊക്കെ ആയിരിക്കും അവർ കൂടുതൽ കഴിക്കുന്നത്. അല്ലെങ്കിൽ കാട്ടിൽ അവർക്കിപ്പോൾ ഈ മുയൽ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ അവർ ചെടികൾ അല്ലെങ്കിൽ മരങ്ങളൊക്കെ അവർ കത്തിക്കും, കാട്. അങ്ങനെ കത്തിക്കുമ്പോൾ ഇങ്ങനെ കത്തിപ്പോകുന്ന ആട് അല്ലെങ്കിൽ മുയൽ, കാട്ടുമൃഗങ്ങള്, അതിൻ്റെയൊക്കെ മാംസമൊക്കെ ആയിരിക്കും അവർ കഴിക്കുന്നത്. അപ്പം ഈ ആരോഗ്യപരമായി പ്രത്യേകിച്ച് ശാരീരികമായ ആരോഗ്യത്തിനുള്ള ഭക്ഷണം എന്ന് പറയുന്നത് അവർക്ക് നമ്മളെക്കാൾ അപേക്ഷിച്ച് ഞാനിപ്പോൾ ഹെൽത്തി ഫുഡാണ്. അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് പിന്നെ ഇമ്മ്യൂണിറ്റി അവർക്ക് കൂടുതലാണ്. ഞാൻ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഇവിടെ കുട്ടികൾക്ക് ഒന്ന് തുമ്മി കഴിഞ്ഞപ്പോഴേക്കും വേറൊരു അസുഖം വരുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് അസുഖങ്ങൾ വരുന്നു. അവിടുത്തെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് അവർക്ക് വേറെ ഒന്നും നമ്മൾ പോഷകാഹാരങ്ങൾ ഒന്നും കൊടുക്കുന്നില്ലെങ്കിലും അവർ പ്രകൃതിയിൽ നിന്ന് കൂടുതൽ കഴിക്കുന്നത് അത് ഒത്തിരിയേറെ അവർക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡെവലപ്മെന്റ് അങ്ങനെ അവരത്ര ബോധേഡല്ല എന്തുമാത്രം അവർ ഡെവലപ്മെന്റ് ആകുന്നുണ്ടെന്ന്. പക്ഷേ പ്രകൃതിയോട് ഇണങ്ങി അങ്ങനെ ജീവിച്ചു പോകുന്നു. തീർച്ചയായിട്ടും അതൊക്കെ എന്നെ തന്നെ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. ദൈവം നമ്മളൊക്കെ എന്തുമാത്രം ശ്രദ്ധിക്കുന്നു, പക്ഷെ ഇവർ ഒരു ശ്രദ്ധയില്ലേലും മക്കളൊക്കെ വളരെ ഇങ്ങനെ നമ്മൾ പറഞ്ഞ ഈ ദൈവം വളർത്തുന്ന ദൈവം പോറ്റുന്ന ജീവിതങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില കണ്ടീഷൻസ് ഒക്കെ അല്ലെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താണെന്ന് നമ്മൾ അധികം അറിയുന്നില്ല. പിന്നെ ശരിയാണ്, പ്രകൃതിയുമായിട്ട് കൂടുതൽ ഇണങ്ങി ജീവിക്കുകയും എന്നാൽ ഈ വിഷലിപ്തമായ പരിസ്ഥിതിയോടൊക്കെ അകന്ന് ജീവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്കത് ഒത്തിരി ആശങ്കാകുലരാകേണ്ടതായിട്ട് ആവശ്യമില്ല. പക്ഷെ നമ്മുടെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ഈ വികസ്വര രാജ്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഡെവലപ്പിംഗ് കൺട്രിയിലൊക്കെ ഇതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ കൂലങ്കഷമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളാണ് നമ്മുടെ സ്വത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. അപ്പം ആരോഗ്യകരമായിട്ടുള്ള ഗ്ലോബലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞ് ജനിക്കുക, വളരുക, അതാണ് നമ്മുടെ ഗർഭകാലത്ത് പോലും അമ്മ കഴിക്കുന്ന ഭക്ഷണം പോലും കുട്ടിയുടെ ഡെവലപ്മെന്റിനെ ബാധിക്കുന്നുണ്ട്. ഓക്കെ. ഇവിടെ നമ്മൾ പിന്നെ അതുപോലെ തന്നെ ഈ മൈൽ സ്റ്റോൺസിനെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇപ്പോൾ കുഞ്ഞ് പുറത്തേക്ക് വന്ന് അതിന് ശേഷം അതിൻ്റെ ആ ഒരു വളർച്ചയുടെ ഘട്ടങ്ങളിൽ ആദ്യം കുഞ്ഞിന് വരുന്നത് ഒരു റിഫ്ലക്സസ് ആണ്. അപ്പം ആ റിഫ്ലക്സസ് എന്ന് പറയുന്നത് ഒരു ഡെവലപ്മെൻ്റ് ആണ്. ഇപ്പോൾ നമുക്കറിയാം, പ്രത്യേകിച്ച് കുഞ്ഞിൻ്റെ ഈ പാദങ്ങളുടെ കാലുകളുടെ താഴെ നമ്മളൊന്ന് തൊടുമ്പോൾ അല്ലെ റിഫ്ലക്സീവായിട്ടുള്ള ചില സ്പർശനങ്ങൾ കുട്ടിയിലുണ്ടാക്കുന്ന റെസ്പോൺസസ്. അപ്പം ഈ റെസ്പോൺസസ് ഡിലേ ആകുമ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യം, ഓരോ കുഞ്ഞിനും ഓരോ അവസരത്തിലും അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് നടക്കുന്നില്ല എങ്കിൽ അത് ഡിലേ ആണ്. അപ്പം ആ ഡിലേ ആ കുഞ്ഞിൻ്റെ പൂർണ്ണമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ജനറൽ ആയിട്ടുള്ള ഡെവലപ്മെന്റിനെയാണ് ബാധിക്കുന്നത്. ഈ കുട്ടികളുടെ ഈ വളർച്ചയെ അത് നമ്മുടെ ചുറ്റുപാടുകളും സ്വാധീനിക്കുന്നില്ലേ? ഉണ്ട്, ചുറ്റുപാടുകൾ അതെങ്ങനെ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് വീടുകളിലെ ആളുകളില്ലാത്ത അല്ലെങ്കിൽ കുട്ടികൾ തനിയെ വളരുന്ന കുട്ടികൾ, ഇവരൊക്കെ അവരുടെ ഒരു വികാസഘട്ടങ്ങളിൽ വളരെയധികം ഡിലേ വരുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഓർക്കണം, ഈ നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുന്നത് പോലെ തന്നെ
ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം നാച്ചുറൽ ആയിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരു കുഞ്ഞു ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ റിഫ്ലക്സസ് വരുന്നു, അതുപോലെ തന്നെ ഒരു സെൻസറി റിയാക്ഷൻസ് വരുന്നു, സെൻസേഷൻസ്. കുഞ്ഞ് കാണുന്നു, കേൾക്കുന്നു, അനുഭവിക്കുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ കുഞ്ഞ് പുറത്തേക്ക് വന്ന് അതിൻ്റെ നമ്മളൊരു കുഞ്ഞിനെ, ഒരു 2-3 ദിവസം പ്രായമുള്ളൊരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞ് അമ്മയുടെ ആ ഒരു യൂട്രസിൽ നിന്ന് വളരെ സുരക്ഷിതമായ പ്രൊട്ടക്റ്റീവായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിൽ നിന്ന് ടെമ്പറേച്ചർ ഡിഫറെൻ്റ് ആയിട്ടുള്ള, സൗണ്ടുകൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള, കളറുകൾ, വെളിച്ചം, കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് വരുന്നത്. അപ്പം ഇത് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അനുഭവമാണ്. അപ്പം ഈ ഒരു എക്സ്പീരിയൻസിനെ കോപ്പപ്പ് ചെയ്യാനുള്ള ഡെവലപ്മെൻ്റൽ കാര്യങ്ങൾ ആ കുഞ്ഞിൽ തന്നെ സംജാതമായി വരികയാണ്. നമ്മൾ പറഞ്ഞ റെസിലിയൻസ്, അതിനുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് കുഞ്ഞിലേ ഉണ്ടാക്കി ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ സ്റ്റേജസ്, ഇപ്പം നമുക്ക് മോട്ടോർ ഡെവലപ്മെൻ്റ് ഉണ്ട്, സ്പീച്ച് ഡെവലപ്മെൻ്റ് ഉണ്ട്. ഈ മോട്ടോറിൽ തന്നെ നമുക്ക് ഫൈൻ മോട്ടോർ, അതുപോലെ തന്നെ ഗ്രോസ് മോട്ടോർ ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞതുണ്ട്. അപ്പം നമ്മൾ നോക്കുക, ഒരു സാധാരണ നമ്മൾ പറയുന്ന ഒരു 3 to 5 monthsലൊക്കെ ഒരു കുഞ്ഞ് കമിഴ്ന്ന് വീഴണം. അതായത് കുഞ്ഞിൻ്റെ നെക്ക് ഹോൾഡിങ് നമ്മൾ പറയുന്നുണ്ട്, ഒരു കുഞ്ഞിൻ്റെ തല ഉറയ്ക്കുന്ന ഒരു കാര്യം എന്നൊക്കെ പറയും. അപ്പം ഇതെല്ലാം ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ തല ഉറച്ചു, അല്ലെങ്കിൽ ആ ഒരു തല പൊസിഷനിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദി ഡെവലപ്മെന്റ്. അത് പറഞ്ഞപ്പോഴാണ് ഈ ആഫ്രിക്കയിലെ കാര്യം ചോദിക്കുന്നത്. പലപ്പോഴും ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, കുട്ടികൾ നമ്മൾ കുഞ്ഞുങ്ങൾ എടുക്കുന്നതിൽ പോലും വളരെ പേടിച്ച് ശ്രദ്ധയോട് കൂടിയിട്ടാണ് പക്ഷെ അവിടെ ഒന്നും അതങ്ങനെ കണ്ടിട്ടേ ഇല്ല. തീർച്ചയായിട്ടും ഇല്ല. ഞാനൊക്കെ എടുക്കാറുണ്ട് അവിടുത്തെ കുട്ടികൾ. ഞാൻ പേടിയുണ്ടായിരുന്നു എനിക്ക് എടുക്കാനായിട്ട്. പക്ഷെ അവരെടുക്കുന്നത് കാണുമ്പോൾ വളരെ, നമുക്കായാലും അങ്ങനെ ഒട്ടും പേടി തോന്നില്ല. കാരണം അവർ വളരെ കോൺഫിഡൻ്റ് ആയിട്ട്, ഇപ്പം കുഞ്ഞിപ്പം 3 വയസ്സുള്ള കൊച്ചായിരിക്കും അടുത്ത കൊച്ചിനെ കൊണ്ട് നടക്കുന്നത്. അതുപോലെയുള്ള, കാരണം അടുക്കടിക്ക് ഇങ്ങനെ ഒത്തിരി കുട്ടികൾ ഉണ്ടാവും. കാരണം 3 വയസ്സായിരുന്നു, പിന്നെ അടുത്ത പ്രഗ്നൻ്റ് ആയിരിക്കും അമ്മ, പിന്നെ പണിക്കൊക്കെ പോകുന്നു, പിന്നെ ഈ കൊച്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഈ കുഞ്ഞു കൊച്ചായിരിക്കും. പക്ഷെ എന്നാലും അവര് അതിനങ്ങനെ കൊണ്ടു നടക്കാനോ അല്ലെങ്കിൽ ചെയ്യാനൊക്കെ കൂടുതലൊരു നാച്ചുറൽ ടെൻഡൻസിക്കാണ്, അല്ലെങ്കിൽ ഒരു നാച്ചുറൽ റെസ്പോൺസസിനാണ് കൂടുതൽ ഒരു ഫോക്കസ് കൊടുക്കുന്നത്. അപ്പം ഇവിടെ നമുക്കും ഇതുപോലെയുള്ള അവയർനെസ് കൂടാനുള്ള ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചുള്ള വൈദ്യശാസ്ത്രപരമായിട്ടുള്ള കുറേ കണ്ടുപിടുത്തങ്ങൾ കൂടിക്കഴിഞ്ഞു. പിന്നെ ചില സമയങ്ങളിൽ നമ്മൾ ഓർക്കാറുണ്ട് ഇതിനെ കുറച്ചുകൂടി ഇങ്ങനെ നമ്മൾ പറഞ്ഞ ബിസിനസ്, ഒരു കമേഴ്ഷ്യൽ രീതിയിലേക്കൊക്കെ കൊണ്ടുപോകുകയാണോ എന്ന്. പക്ഷെ നമുക്ക് എന്ന് വെച്ചിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം കുഞ്ഞിൻ്റെ ഡെവലപ്മെൻ്റൽ പീരീഡുകളിൽ, പ്രത്യേകിച്ച് നമ്മുടെ ആ ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു മനുഷ്യജീവന്റെ ഒരു വ്യക്തിത്വത്തെ, അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് നമ്മൾ നഷ്ടപ്പെടുന്നത്. പറഞ്ഞല്ലേ സിസ്റ്റർ പറഞ്ഞു, ഇപ്പൊ ആഫ്രിക്കയിലെ, അതായത് സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച്, ഇപ്പൊ നമ്മൾ അവിടെ അങ്ങനെയല്ലേ, നമുക്ക് എന്തോ അങ്ങനെ നോക്കി ചെയ്തുകൂടെ എന്ന് തോന്നിയാലും അങ്ങനെ ശരിയാവും തോന്നുന്നില്ല അല്ലെ. സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് ഉണ്ട്. കാരണം അതിൻ്റെതായിട്ടുള്ള കുറേ കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, അവിടെ ഒരു കാട്ടിൽ കാണുന്ന ഒരു കിഴങ്ങ് കൊണ്ടുവന്നു, അല്ലെങ്കിൽ അത് പറിച്ചു കഴിച്ചു എന്ന് പറയും. പക്ഷെ ഇന്ന് നമ്മുടെ ഒരു കുഞ്ഞിന് അതേപോലെയുള്ളൊരു കാര്യം, റോ മെറ്റീരിയൽ നമ്മൾ അതെന്താണെന്ന് അറിയാതെ കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ വളരെ പരിതാപകരമായിരിക്കും. അപ്പോൾ കാരണം ഒരു നാച്ചുറൽ, ഒരു നേച്ചറിനുണ്ടാകുന്ന ഒരു സ്പോണ്ടൈനിറ്റിയും നമുക്കിവിടെ നഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ എന്താ പറയുക, കുറെ കൂടി നമ്മൾ ഒരു ടോക്സിക് ആയിട്ടുള്ള അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ ഇതേപോലെ തന്നെ കുഞ്ഞ് കമിഴ്ന്ന് വീഴേണ്ട കാലഘട്ടങ്ങൾ, ഇരിക്കേണ്ട കാലഘട്ടങ്ങൾ ചോദിക്കാൻ വന്നത്. അപ്പൊ നമ്മൾ സ്കൂളിലേക്ക് എത്തുന്നതിന് മുമ്പ് കുട്ടികൾ ഒരു 5 വയസ്സിന് അല്ലെങ്കിൽ 4 വയസ്സിന് മുമ്പ് എന്തൊക്കെ തരത്തിലുള്ള ഡെവലപ്മെന്റ് ആണ് കുട്ടികൾക്ക് ഉണ്ടാകേണ്ടത്? ഓക്കെ, അവിടെ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ മോട്ടോർ ഡെവലപ്മെന്റിൽ, പ്രത്യേകിച്ച് നമ്മൾ ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കാര്യമാണ് നടക്കുക, ഓടുക, അല്ലെങ്കിൽ വേറൊരാളുടെ ഒപ്പം ഓടാനായിട്ട് ശ്രമിക്കുക, എവിടെയെങ്കിലുമൊക്കെ ക്ലൈംബ് ചെയ്യുക, ഒരു കുഞ്ഞിന് വേണ്ട സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതേപോലത്തെ മോട്ടോർ ഡെവലപ്മെന്റ് നമുക്കുണ്ടാവണം. പിന്നെ സ്പീച്ച് ഡെവലപ്മെന്റ്, അതായത് ഭാഷയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിവികാസത്തിൻ്റെയൊക്കെ വലിയൊരു സ്രോതസ്സായിട്ട് തന്നെ നമുക്ക് പറഞ്ഞു വെക്കാൻ പറ്റുന്നൊരു ഭാഷയുടെ ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഉണ്ടാവേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റാച്ച്മെൻറ്റുകളാണ്.
അതായത് മറ്റുള്ളവരുമായിട്ട് ഇടപെടാനുള്ള ഒരു കുഞ്ഞിൻ്റെ അവസ്ഥകളൊക്കെയാണ്. അപ്പം ഇവിടെയെല്ലാം ഒരു 4 to 6 months ഡിലേ വരുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചൊരു 6 മാസത്തെ ഡിലേ ഒക്കെ വരുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു പീഡിയാട്രിക്, ഒരു ചൈൽഡ് ന്യൂറോ പീഡിയാട്രിക്കിനെയൊക്കെ നമ്മൾ സമീപിക്കേണ്ടതായിട്ടുണ്ട്. കണ്ടുവരുന്നത് നമ്മൾ സ്കൂളിലെത്തുമ്പോൾ ടീച്ചേഴ്സാണ് ഇത് പലതും കണ്ടുപിടിക്കുന്നത്, എന്നിട്ട് പറഞ്ഞു പിന്നെയാണ് ചികിത്സ തുടങ്ങുന്നത്. പക്ഷെ അതല്ല അല്ലേ വേണ്ടത്. അപ്പം നമ്മൾ നമ്മുടെ വീട്ടിലായിരിക്കുമ്പോൾ പ്രത്യേകിച്ച് കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് നോക്കണം. അപ്പം ചില കുട്ടികളെയൊക്കെ ഇപ്പോൾ ടീച്ചർ പറഞ്ഞതുപോലെ ഒരു കുട്ടിയെ സ്കൂളിൽ കൊണ്ടുപോയി ആക്കുന്നു. അപ്പോൾ ഒരു 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെയാണ് കാലുകൾ, അപ്പം അവൻ നടക്കുമ്പോഴത്തേക്ക് കാലിന് എന്തോ ഒരു ഡിഫക്റ്റ് ഉണ്ട് എന്നുള്ളത് ഒരു ടീച്ചറാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ടീച്ചർ അങ്ങനെ പറഞ്ഞു, മാതാപിതാക്കളോട് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, ഓ അത് കുഴപ്പമില്ല, അവൻ നടക്കുന്നുണ്ടല്ലോ, അവൻ ഓടുന്നുണ്ടല്ലോ, വലിയ പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ വിട്ടു. പക്ഷേ അത് 1 വർഷം കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടി ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും സ്പീഡിൽ നടക്കുമ്പോൾ കുട്ടി വീഴും. അങ്ങനെ കുട്ടിയെ പിന്നീട് നമ്മൾ ഒരു ഓർത്തോപീഡീഷ്യനെ കാണിക്കാനായിട്ട് കൊണ്ടുചെല്ലുമ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത് കുട്ടിയുടെ കാലുകൾക്കുള്ള ആ അസ്ഥികളുടെ ആ ജോയിന്റിൽ ഉണ്ടായേക്കുന്ന ഒരു വ്യതിയാനമാണ്. ഡോക്ടർ പറഞ്ഞത് നമുക്കൊരു എയർലി ഇന്റർവെൻഷൻ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് ആ കൊച്ചിൻ്റെ സ്ട്രക്ചർ റെഡിയാക്കാൻ പറ്റുമായിരുന്നു. അപ്പം നമ്മൾ എപ്പോഴും ഓർക്കുക, കുട്ടികളുടെ കൈകാലുകൾ, അവരുടെ ചലനം, അല്ലെങ്കിൽ അവരുടെ കേൾവിയുടെ അവസ്ഥ, സംസാരത്തിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ വീടുകളിൽ തന്നെ ഡിറ്റക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് സിസ്റ്റർ എടുത്ത്, അതായത് ശാരീരിക വൈകല്യങ്ങളൊക്കെ ഇവിടുത്തെ കുട്ടികളെ അപേക്ഷിച്ച് അവിടെ എങ്ങനെയാണ്? അവിടെ കുറവായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഇനി ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് അധികം അതൊന്നും ബോധേഡാകുന്നില്ല. അവരങ്ങനെ വളരുന്നു. സമൂഹത്തിൽ അവർക്കും അതിൻ്റെതായ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അങ്ങനെ മീൻസ് മനുഷ്യ ജീവിതത്തിന് അവർക്ക് പ്രാധാന്യമുണ്ട്. പക്ഷേ ഇങ്ങനത്തെ വൈകല്യങ്ങൾ അവരെ ഉത്കണ്ഠപ്പെടുത്തുന്നില്ല. എനിക്ക് തോന്നുന്നു അത് അവരുടെ സാമൂഹ്യപരമായ അവരുടെ അനുഭവങ്ങളാന്ന് തോന്നുന്നു, കാഴ്ചപ്പാടുകൾ, ആറ്റിറ്റ്യൂഡ്സ് ഒക്കെയാണ്. കാരണം ഈ യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ഇതുണ്ട്. യുദ്ധങ്ങൾ എന്ന് വെച്ചാൽ പല വിപ്ലവങ്ങളൊക്കെ ഉണ്ടാകുന്ന രാഷ്ട്രീയപരമായ കാര്യങ്ങൾ. അപ്പൊ അവർക്ക് ജീവിതത്തിന് നാളെ ജീവിക്കുമോ എന്ന് പോലും അവർക്ക് അങ്ങനെ അറിയില്ല. അപ്പം ഞങ്ങളായാലും ഓർക്കുന്നു, പാസ്പോർട്ട് ഇപ്പോൾ ഒരു ജോഡി ഡ്രസ്സൊക്കെ ഞങ്ങളുടെ ബാഗിൽ റെഡി ആയിരിക്കും. കാരണം യുദ്ധമൊക്കെ പുറപ്പെടുമ്പോൾ എപ്പോഴാണ് അവിടുന്ന് ഓടിപ്പോരേണ്ടി വരാമെന്ന് അറിയില്ല. അപ്പം അതുപോലെയുള്ള അവസ്ഥകളാണ് അവിടുത്തെ ആളുകൾക്കും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ മനുഷ്യ ജീവിതത്തിന് അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ അവർക്ക് അതിൻ്റെ പ്രാധാന്യം ഉണ്ടെങ്കിലും അതൊന്നും അവരധികം ഉത്കണ്ഠപ്പെടുത്തുന്നില്ല. കാരണം ഉത്കണ്ഠപ്പെട്ടിരുന്ന അവർക്ക് ഒന്നും അല്ലാന്ന് അവർക്കറിയാം, ഒന്നിനെ നിയന്ത്രിക്കാൻ പറ്റില്ല എന്നറിയാം. അതുകൊണ്ട് അവര് അങ്ങനെ പിന്നെ ഈ വൈകല്യങ്ങളുള്ളതും അവർക്കൊരു വലിയൊരു ഉത്കണ്ഠയ്ക്ക് കാരണമാകുന്നില്ല. വൈകല്യമുണ്ട്, ഓക്കെ, അതിന് പിന്നെ അവർക്കറിയാം അതിനൊരു പ്രതിവിധി ചെയ്യാനും അവർക്ക് വഴിയില്ലല്ലോ. ഈ സെൻട്രൽ ആഫ്രിക്ക എന്ന് പറഞ്ഞ കൺട്രികളിലാണ് എനിക്ക് കൂടുതലായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തോന്നിയത്. മറ്റുള്ള കൺട്രികളിൽ ഇപ്പൊ ടാൻസാനിയൊക്കെ ഈ ഡെവലപ്ഡ് കൺട്രികളാകുമ്പോഴാണ് ഇതൊക്കെ കുറച്ച് പ്രശ്നങ്ങളായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇപ്പം ആരോഗ്യ മേഖലകളിലൊക്കെ പലപ്പോഴും സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള, അതുപോലെ തന്നെ ഒരു കുറച്ചുകൂടിയൊക്കെ ഒരു ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ വന്ന് കമേഴ്ഷ്യൽ ആയി പോകുന്നുണ്ട്. പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ പല കാര്യങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ ഹെൽത്തിന് ഉപകരിക്കുമെന്ന് പറഞ്ഞ് ഈവൻ സോഷ്യൽ മീഡിയകളിലൂടെയും അല്ലെങ്കിൽ മറ്റു ശ്രാവ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ പലരും അതിനെ ഒന്ന് വ്യാപാരവൽക്കരിക്കപ്പെടുന്നുണ്ട്. അപ്പം ഇതേപോലെ തന്നെ കുട്ടിയുടെ ഒരു കാര്യത്തിനൊക്കെ ആണെങ്കിലും അമിതമായ ഉത്കണ്ഠകൾ മാതാപിതാക്കൾക്ക് ഉണ്ടാകും. അത് പറഞ്ഞപ്പോഴാണ് അതായത് നമ്മൾ അവിടെ യുദ്ധങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അതായത് നമ്മൾക്ക് യുദ്ധം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന അല്ലെങ്കിൽ ചില അനുഭവങ്ങളായിരിക്കും നമ്മളെ ശക്തരാക്കുന്നത് അല്ലേ. അവിടെയൊക്കെ നമ്മൾ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും പറ്റുക അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റുക എന്ന് പറഞ്ഞാൽ നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷെ അവിടെയൊക്കെ അത് സ്ഥിരമായിട്ടുള്ള അവരുടെ ആ മനോഭാവമായി പോയി അങ്ങനെ. കാരണം എന്ത് വന്നാലും ദൈവമുണ്ട് അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ അങ്ങനെ ചിന്തിക്കും. അല്ലെങ്കിൽ എന്ത് വന്നാലും ഞങ്ങൾ നേരിടും. അത് കൊച്ചു കുട്ടികൾ പോലും അതിന് റെഡിയാണ്. അതാണ് ഒരു മാനസികമായിട്ടുള്ള വളർച്ചയുടെ അല്ലെങ്കിൽ വൈകാരിക കാഴ്ചപ്പാടുകൾ, റെസിലിയൻസ് എന്ന് പറയും. അതായത് ഒരു അതിജീവനം. അതായത് ഒരു കുട്ടി അവൻ ജനിച്ചു വന്നു കഴിഞ്ഞാൽ അവനറിയാം ഈ പരിസ്ഥിതിയിൽ എങ്ങനെ ഞാൻ ജീവിക്കണം. അപ്പോൾ അതിനെ അവൻ ഓവർകം ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ അങ്ങനെ ഒരു കാര്യം സിറ്റുവേഷൻസ് പറഞ്ഞാലും ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു കോമ്പറ്റീഷൻ്റെ ഒരു വേൾഡാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ
അവികസിത രാജ്യങ്ങളിലൊക്കെ വരുന്ന ഒരു കാര്യം, അവിടെ ഒരു കോമ്പറ്റീഷൻ, പ്രത്യേകിച്ച് എഡ്യൂക്കേഷണൽ ഡെവലപ്മെൻറ്റിലോ അല്ലെ ബാക്കി കാര്യങ്ങളിലോ ഒരു കോമ്പറ്റീഷൻ കയറി വരുന്നില്ല. ഇപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് അയക്കുന്ന ഒരു കുട്ടിയാണ് മറ്റുള്ള കുട്ടികളെക്കാൾ മുൻപന്തിയിൽ, പഠനത്തിൽ മുൻപന്തിയിലാണോ, സംസാരത്തിൽ മുൻപന്തിയിലാണോ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റികളിൽ മുൻപന്തിയിലാണോ, അപ്പോൾ ഒരു കോമ്പറ്റീഷൻ അവിടെ വരുന്നു. അപ്പോൾ അവിടെ ആ ഒരു രീതിയിൽ ആ കുഞ്ഞ് വികസിച്ചേ പറ്റൂ. ഇപ്പോൾ ഒരു 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ബുക്കുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഒരു ബാഗ് നിറച്ചും കുട്ടി ടെക്സ്റ്റ് ബുക്കുകൾ, നോട്ട് ബുക്കൊക്കെ ആയിട്ട് പോകുവാണ്. അപ്പോൾ ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഇത് മുഴുവൻ അവൻ പഠിക്കുക എന്നുള്ളത് അവൻ്റെ ഒരു കമ്പൽസറി ആക്ഷനായി തീരുകയാണ്. അവനത് പഠിക്കാൻ പറ്റില്ലെങ്കിൽ അവൻ പിന്നോട്ട് പോകേണ്ടതായിട്ട് വരും, അവനെ മറ്റുള്ളവർ നെഗ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് വരും. അപ്പൊ പുറകിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി മുമ്പിലേക്ക് ഓടുന്ന ഒരാൾക്ക് വേണ്ട ബൂസ്റ്റിംഗ് കൊടുക്കണമെങ്കിൽ ഈ കുട്ടിയെ ഇതേപോലെ ആപ്റ്റാക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ ഇവിടെ അങ്ങനത്തെ ഒരു എമർജൻസിയോ എർജൻസിയോ വരുന്നില്ല. അതും ഒരു കാര്യമാണ്. ഓക്കെ, അവനായി വരുമ്പോൾ ശരിയായിക്കോളും. അപ്പൊ ഇന്ന് നമ്മുടെ ഒരു കുഞ്ഞിനെ നമ്മൾ 4 വയസ്സുള്ളൊരു കുട്ടിയെ UKG-യിലേക്ക് LKG-യിലേക്കൊക്കെ ആക്കി വരുമ്പോഴത്തേക്ക് അവൻ അവിടെ അവൻ്റെ കാര്യങ്ങൾ പറയാനും മനസ്സിലാക്കിക്കാനും ഒക്കെ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ അവൻ ഡിപ്രൈവ്ഡ് ആയി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് ആ ഒരു ഫാസ്റ്റൻ യുഗത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഗ്ലോബൽ ഡെവലപ്മെൻ്റൽ കാര്യങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. അപ്പം അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇങ്ങനത്തെ ഒരു ഡിലേ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റു പല കാര്യങ്ങളുടെയും ഒരു ഇൻഡിക്കേഷൻ ആയിരിക്കാം. പ്രത്യേകിച്ചൊരു ഇൻ്റലക്ച്വൽ ഡെഫിസിറ്റ് അല്ലെങ്കിൽ ഒരു നമ്മുടെ ബൗദ്ധികമായിട്ടുള്ള തലത്തിൽ കുറവ് അനുഭവപ്പെടുന്ന ഒരു കുട്ടികളിലും ഇതേപോലെ മോട്ടോർ സെൻസറി സ്പീച്ച് ഡിലേ വരാനുള്ള കാര്യങ്ങളുണ്ട്, ഓക്യുപ്പേഷൻ കാര്യങ്ങളിലെല്ലാം. കാരണം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളിൽ എല്ലാവരിലും ഒരു സമഗ്രമായ വികസനമാണ് നടക്കുന്നത്. നമ്മുടെ ബുദ്ധി എന്ന് പറയുന്ന ഒരു കാര്യം കേൾക്കാൻ, കാണാൻ, അതിൻ്റെ ഒരു റീസണിങ് കപ്പാസിറ്റി നമുക്കുണ്ടാവണം, പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി ഉണ്ടാവണം, ജഡ്ജ്മെൻ്റൽ കപ്പാസിറ്റി ഉണ്ടാവണം, അതിനെ മെമ്മറൈസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവണം. അങ്ങനെ പല കാര്യങ്ങൾ കൂടിയതാണ് ഈ ഇൻ്റലിജൻസ് എന്ന് പറയുന്നൊരു കാര്യം. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ഇൻ്റലിജൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അല്ലേ. കുട്ടികളെയൊക്കെ നമ്മൾ സാധാരണയായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുവരുമ്പോഴത്തേക്കും പറയുന്നൊരു കാര്യം, പഠിക്കുന്നില്ല. അപ്പോൾ മറ്റു പല കഴിവുകൾ ഉണ്ടെങ്കിലും പഠനം എന്ന കാര്യം ഒരു കോമ്പറ്റീഷൻ ആസ്പെക്റ്റ് ആയിട്ട് തീർന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഈ ഡെവലപ്മെൻറ്റ് ഡിലേ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഡെവലപ്മെൻറ്റൽ ഡിലേ ഉണ്ടാകാൻ പല കാരണങ്ങളുണ്ട്. ഈ കുടുംബ ബന്ധങ്ങൾ അല്ലേ, മാതാപിതാക്കളുടെ ബന്ധം, പിന്നെ മറ്റു കുടുംബത്തിലുള്ള മറ്റുള്ളവരുടെ, പിന്നെ ഇവർ സംസാരിക്കുന്നതും അവർ ചെയ്യുന്നതും എല്ലാം ഈ കുട്ടിയെ ഒത്തിരി ബാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മള് കാരണം എന്തുമാത്രം പോസിറ്റീവാണ് കുടുംബത്തിൽ ഓരോരുത്തർ, അതിനനുസരിച്ച് കുട്ടികളിലും ആ ഡെവലപ്മെന്റ് ഫാസ്റ്റ് ആകുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ പറയുന്നത് ഒരു ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ ജനറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊരു ഫിസിയോളജിക്കൽ കാര്യങ്ങളായിട്ട് നിൽക്കുന്നു. സിസ്റ്റർ പറഞ്ഞ പോലെ സൈക്കോളജിക്കൽ കാര്യങ്ങളും അതിൻ്റെ അകത്ത് ഒത്തിരിയേറെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചില കുട്ടികളുടെ മോട്ടോർ ഡെവലപ്മെൻറ്റൽ ഡിലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇടയ്ക്ക് കൊണ്ടുവരുന്നു, അല്ലെ സ്പീച്ച് ഡെവലപ്മെൻറ്റ് ഡിലേ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരുമ്പോൾ നമുക്ക് മനസ്സിലായേക്കുന്ന കാര്യം, അത്രയും എക്സ്പോഷർ അവിടെ കിട്ടുന്നില്ല കുഞ്ഞിന്. മറ്റുള്ളവരില്ല ആ കുഞ്ഞിനെ കൊണ്ട് നടക്കാനൊക്കെ ആയിട്ടുള്ള. ഇപ്പം നടക്കാൻ പഠിക്കുന്ന ഒരു കുഞ്ഞ് അല്ലെങ്കിൽ നടക്കാനായിട്ട് ആ ചുവടുകൾ വെക്കുന്ന കുഞ്ഞുങ്ങൾ ചിലപ്പോൾ വീഴും. അപ്പം അതിനുള്ള അവസരം നമ്മൾ കൊടുത്താലേ ആ ഡെവലപ്മെന്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അവസരങ്ങൾ കൊടുക്കാതെ കുഞ്ഞിന് ഡെവലപ്മെന്റ് വന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ ആ എക്സ്പോഷറാണ് കൂടുതലായിട്ടും കൊടുക്കേണ്ടത് കൃത്യമായ സമയങ്ങളിൽ. പിന്നെ പോഷകാഹാരത്തിന്റെ ആവശ്യകത, പിന്നെ അവിടെ ചുറ്റുപാടുകൾ കണ്ടും കേട്ടും വളരാനുള്ളൊരു, അനുഭവിച്ചും വളരാനുള്ളൊരു കാര്യങ്ങൾ കൊടുക്കണം. പിന്നെ ഈ പറഞ്ഞ നമ്മൾ പറയുന്ന ഒരു സോഷ്യൽ ലേണിംഗ് നടക്കുന്നുണ്ട്. പലപ്പോഴും ഒരു കൂട്ടുകുടുംബ സമ്പ്രദായത്തിലൊക്കെ സിസ്റ്റർ നേരത്തെ പറഞ്ഞ പോലെ 3-4 വയസ്സുള്ളൊരു കുട്ടി അടുത്തൊരാളെ നോക്കുന്നു, പിന്നെ വലിയൊരു സമൂഹം ഇവരെ കണ്ടും കേട്ടും പഠിക്കുന്നു. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് കണ്ടും കേട്ടും പഠിക്കാൻ അധികമില്ല. അപ്പം ഇതെല്ലാം കുട്ടികളുടെ എക്സ്പോഷറിനെ ബാധിക്കുന്നുണ്ട്. അത് ഡെവലപ്മെന്റൽ ഡിലേയിലേക്ക് കൊണ്ടുപോകുന്നൊരു കാര്യമായിട്ട് തീരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അമിതമായ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് മൂലവും കുട്ടികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇനി തീർത്തും പ്രൊട്ടക്ഷൻ ഇല്ലാതെയും
ഒരു നെഗ്ലക്റ്റ് വേയിലേക്ക് കുഞ്ഞുങ്ങളുടെ വളർച്ച ഉണ്ടാകുമ്പോഴും ഇതുപോലെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് മാതാപിതാക്കളോടൊപ്പം തന്നെ ആ കുടുംബാംഗങ്ങൾക്ക്, ടീച്ചേഴ്സിന്, അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കെല്ലാം ഇതിനുള്ള ഒരു പ്രതിബദ്ധതയുണ്ട്. പ്രത്യേകിച്ച് ഗവൺമെൻറ് പോളിസികളൊക്കെ ഉണ്ടാക്കുമ്പോഴും അതിനെയൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള, കുട്ടികളുടെ ഡെവലപ്മെൻറ്റിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള, അവർക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥല കാല അവസരങ്ങൾ നൽകേണ്ടതായിട്ടുള്ളൊരു ആവശ്യകതയും കൂടി ഇതിൻ്റെ അകത്തുണ്ട്. മനം തുറന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലിനും സിസ്റ്റർ വിമൽ റോസിനും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അടുത്തയാഴ്ച പുതിയൊരു വിഷയവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും നന്ദി.